ഈ വർഷത്തെ ചുറ്റുളങ്ങര കുംഭഭരണി മഹോത്സവം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ക്ഷേത്രാവകാശികളായ 13 കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവിദാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിൻ്റെയും ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ഭംഗിയായി നടത്തിപ്പിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ എന്തെല്ലാം തീരുമാനങ്ങൾ നടപ്പാക്കണം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരെ വിളിച്ച് ഒരു യോഗം നമ്മുടെ ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് തന്നെ കൂടുകയുണ്ടായി. അതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്കും അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്തു തീർക്കേണ്ട വർക്കിനെ കുറിച്ച് ഒരു തീരുമാനം അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ കുംഭഭരണി ദിവസം ശിവരാത്രി നാളിൽ 16 കുത്തിയോട്ടമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഈ വർഷം വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. അത് കരുവാറ്റ മുതൽ വള്ളികുന്നം വരെയുള്ള സ്ഥലങ്ങളിലാണ് കുത്തിയോട്ട വഴിപാടായിട്ടുള്ള ഭവനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അത് ശിവരാത്രി നാളിൽ വൈകിട്ട് 6:30 വിളക്ക് കത്തിച്ച് അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭരണിയുടെ അന്ന് രാവിലെ അതാത് വീടുകളിൽ നിന്നും അതിൻ്റെ ആസ്ഥാനമായ ഒരു കുതിരച്ചവിട് അവർ കണ്ടെത്തുകയും ആ കുതിരച്ചവിട്ടിൽ അതിൻ്റെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി വരുന്നതാണ്. രാവിലെ 7 മുതലാണ് കുത്തിയോട്ട ഘോഷയാത്രകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഘോഷയാത്രകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 130 വാളണ്ടിയേഴ്സിനെയാണ് ഹിന്ദുമത കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ബാക്കി ഉള്ള പുറത്തുള്ള എല്ലാ സഹായ സഹകരണങ്ങൾക്കും പോലീസിൻ്റെ നല്ല സഹായം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ 12 മണിയോടുകൂടി കുത്തിയോട്ട വഴിപാടിൻ്റെ സമർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2:30-3 മണിയോടുകൂടി ഓരോ കരയുടെ ആസ്ഥാനത്ത് നിന്നും എല്ലാ വർഷവും അമ്മയ്ക്ക് വേണ്ടി കെട്ടി ഒരുക്കുന്ന കെട്ടുകാഴ്ചകളുടെ വരവ് ആരംഭിക്കുന്നതായിരിക്കും. അതായത് 2.5 കിലോമീറ്ററും 3 കിലോമീറ്ററും ഒക്കെ വയലിൽ കൂടിയാണ്, വളരെ ബുദ്ധിമുട്ടാണ് ഓരോ കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കെട്ടുകാഴ്ചകൾ ഏതാണ്ട് 8:30 13 കെട്ടുകാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരത്തിയതിന് ശേഷം, ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാഴ്ചക്കണ്ടത്തിൽ അണിനിരത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 13 കരകൾക്കും നടത്തുന്ന ഗ്രാൻഡ് വിതരണ സമ്മേളനം നടക്കുന്നതായിരിക്കും. ഓരോ കരകൾക്കും 80,000 രൂപ വെച്ചാണ് ഗ്രാൻഡ് ദേവസ്വം ബോർഡ് അനുവദിച്ചിരിക്കുന്നത്. ഈ വർഷം വർധനവിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ തീരുമാനങ്ങൾ ഒന്നും ആയിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 10,000 രൂപ വെച്ച് ഓരോ കരകൾക്കും ഗ്രാൻഡ് നൽകുന്നുണ്ട്. ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് ഗ്രാൻഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഈ വർഷം കിട്ടും, അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഗ്രാൻഡ് നമുക്ക് കിട്ടുന്നതാണ്. കെട്ടുകാഴ്ചകളെല്ലാം അണിനിരന്ന് ഗ്രാൻഡ് വിതരണ സമ്മേളനം നടത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ട MP-മാർ, MLA-മാർ, ദേവസ്വം മെമ്പർമാർ, പ്രസിഡന്റ്, അതേപോലെ തന്നെ സെക്രട്ടറി, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ, എല്ലാവരെയും പരമാവധി ആൾക്കാർ പങ്കെടുക്കുന്നതായിരിക്കും. ഉദ്ഘാടകനായിട്ട് നമ്മൾ കൊടുക്കുന്ന സുരേഷ് ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. ഉറപ്പായിട്ടില്ല. അന്നേരം അതിൻ്റെ അനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് വിതരണം അദ്ദേഹം ചെയ്യും, അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഗ്രാൻഡ് വിതരണം ചെയ്യുന്നത്. നമ്മളിപ്പം നിശ്ചയിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് മെമ്പർ PD സന്തോഷ് കുമാറിനെയാണ് ഗ്രാൻഡ് വിതരണത്തിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ അവരൊക്കെ അന്ന് ദൂര സ്ഥലങ്ങളിലൊക്കെ ഓരോ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് വിതരണ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ അക്ഷരശ്ലോക സദസ്സ്, അത് കഴിഞ്ഞിട്ട് മേജർ സെറ്റ് കഥകളി, അതിനുശേഷം 3 മണിയോടുകൂടി വേലകളിക്ക് ശേഷം 3:30 കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ അമ്മ ഓരോ കെട്ടുകാഴ്ചകളുടെ മുമ്പിലും എഴുന്നള്ളി കെട്ടുകാഴ്ചകളെയും കരക്കാരെയും അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വെളുപ്പിനെ നടക്കുന്ന എഴുന്നള്ളത്ത്. ആ എഴുന്നള്ളത്ത് നടന്നതിന് ശേഷം ഏതാണ്ട് 5:30-6 മണിയോടുകൂടി അമ്മ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഈ വർഷത്തെ കുംഭഭരണിക്ക് സമാപനം കുറിക്കുകയും ചെയ്തു.